നമ്മൾ പൗഡർ ഇടുന്നതും തേജസ്സൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുവാൻ കൃത്രിമ ഇടപാടുകൾ നടത്തുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശരീരം പ്രാപിച്ച് വീണ്ടെടുപ്പിന്റെ പുതുപുത്തൻ ശരീരം പ്രാപിച്ച് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അത് ആത്മീക കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കാണുവാൻ കഴിയുന്ന ദൈവമക്കൾ മൗനമായിട്ടല്ല, അല്പനേരം കരമടിച്ചവനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു രോഗത്തിന്റെ കെടുകാര്യസ്ഥതയോ, ഇന്ന് രാത്രി ഏതെങ്കിലും വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ശാരീരിക ക്ലേശങ്ങൾ, ഒരുപക്ഷെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അംഗവൈകല്യങ്ങൾ ഉള്ളവരൊക്കെ കണ്ടേക്കാം, കാഴ്ചയില്ലാത്തവരൊക്കെ കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടുകയാണ്. വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം നടക്കുമ്പോൾ ഒരു തേജസ്സുള്ള ശരീരം നമുക്ക് മാത്രമല്ല, അവനിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകും. അത് ആത്മീക കണ്ണുകൊണ്ട് കാണുക. ഇന്ന് രാത്രി കഴിയുന്ന ദൈവമക്കൾ മൗനമായിട്ടല്ല, ശക്തിയോടെ അവനെ സ്തുതിക്കുന്ന രാത്രിയാകട്ടെ. അപ്പോൾ പുനരുത്ഥാനത്തിന്റെ ആവശ്യകത ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താണ് പുനരുത്ഥാനത്തിന്റെ തെളിവെന്ന് പറയുന്നത്? പുനരുത്ഥാനത്തിന്റെ തെളിവ് എന്താണ്? പുനരുത്ഥാനത്തിന്റെ തെളിവ് ഞാൻ അക്കമിട്ട് നിർത്തിക്കൊള്ളാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന്റെ തെളിവ് അത് മറ്റാരുമല്ല, ഭക്തനായിരിക്കുന്ന ഇയ്യോബാണ്. ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പുനരുത്ഥാനത്തിന്റെ തെളിവ് പറയുകയാണ്. എന്താ പുനരുത്ഥാനത്തിന്റെ തെളിവ്? ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പറയുന്നത്, തനിക്കുണ്ടായിരുന്ന സകലതും നഷ്ടമായി. അവന്റെ 10 മക്കൾ അവന് നഷ്ടമായി. അത് മാത്രമല്ല, അവന്റെ ദാസീദാസന്മാര്, അവന്റെ മൃഗസമ്പത്ത്, കൃഷിസമ്പത്ത് അടക്കമുള്ള സകലതും അവന് നഷ്ടമായിട്ട് അവന്റെ ആരോഗ്യമുള്ള ശരീരം പോലും കൃമികൾക്ക് വിധേയമായി തീർന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ദുർഗന്ധം വമിക്കുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പറഞ്ഞ ശ്രേഷ്ഠകരമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ഒരു നാൾ പ്രാണപ്രിയൻ പൊടിമേൽ വന്ന് നിൽക്കുന്നത് ഞാൻ കാണും. അത് അന്യ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാനത് കാണും. അല്പനേരം കരമുയർത്തി അവനെ സ്തുതിക്കുന്ന രാത്രിയാകട്ടെ. എന്താണ് ഭക്തനായി ഇയ്യോബ് പറയുന്നത്? എന്റെ സകലതും എനിക്ക് നഷ്ടമായാലും, എന്റെ ആരോഗ്യം നഷ്ടമായാലും, ഇനി എന്റെ ശരീരം ഈ മണ്ണിലേക്ക് ലയിച്ചു ചേർന്നാലും, എന്നെ അടക്കം ചെയ്ത ഒരു മൺകൂനയുണ്ടല്ലോ, ആ മൺകൂനയിൽ ഒരു നാൾ എന്റെ പ്രാണപ്രിയൻ വന്നു നിൽക്കുന്നത് ഞാൻ കാണും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി അവനെ സ്തുതിക്കുന്ന രാത്രിയാകട്ടെ. പുരാതന ഭക്തനായിരിക്കുന്ന ഇയ്യോബ് തന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്, പുനരുത്ഥാനമുണ്ടാകും. രണ്ടാമത്തെ പുനരുത്ഥാനത്തിന്റെ തെളിവ്, ഇസ്രായേൽ മക്കൾ യാത്ര തിരിച്ചു. 40 വർഷം നീണ്ടു നിൽക്കുന്ന മരുഭൂമി യാത്ര. മരുഭൂമി യാത്രയിൽ അവരിങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ ആവശ്യമുള്ളതെല്ലാം ദൈവം അവർക്ക് കൊടുത്തവരെ നടത്തിക്കൊണ്ടുവരികയാണ്. ശ്രേഷ്ഠകരമായിരിക്കുന്ന യാത്ര. പക്ഷേ കനാനിലെത്തിയപ്പോൾ ദൈവം പറയുകയാണ്, ഇനി നിങ്ങൾ കനാനിൽ കൃഷി ചെയ്യണം. കൃഷി ചെയ്യുക മാത്രമല്ല, നിങ്ങൾ അതിൻ്റെതായ ഫലമെടുക്കുമ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടു പോകാനൊക്കില്ല. ചില പ്രമാണങ്ങൾ അത്യുന്നതനായ ദൈവം വെക്കുകയാണ്. വൃക്ഷങ്ങളിലെ ഫലം മുഴുവൻ നിങ്ങൾ ശേഖരിക്കാൻ പാടില്ല. ഇനി കണ്ടം കൊയ്യുവാൻ നേരമാകുമ്പോൾ അതിന്റെ വരമ്പുമൊക്കെ മൂല വരുന്നതൊക്കെ അവിടെ ഇട്ടിരിക്കണം. അത് കൊയ്യാൻ പാടില്ല. അത് Hallelujah, hallelujah.